ഈ വേദിയിൽ നിന്ന് സന്നിഹിതരായിട്ടുള്ള സദസ്സിലുള്ള ആദരണീയരായ വിശിഷ്ട അതിഥികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പരമ്പരാഗതമായ 4 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു കലാരൂപം, അത് ഒരു അനുഷ്ഠാന കല എന്നുള്ള രീതിയിലാണ് ഈ വേലകളി എന്ന കലാരൂപം അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ 45 വർഷമായി പ്രിയപ്പെട്ട ശ്രീ നാരായണ കൈമൾ അവർ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ആർ രാമകൃഷ്ണ കൈമളുമായി ചേർന്ന് ഇവിടെ ഒരു നടന കലാകേന്ദ്രം എന്ന പേരിൽ ഒരു പരിശീലന കേന്ദ്രം ആരംഭിച്ച് പുതിയ തലമുറയെ ഈ കലാരൂപം അഭ്യസിപ്പിച്ചു വരികയാണ്. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നാടൻ കലാരൂപങ്ങൾ, അനുഷ്ഠാന കലാരൂപങ്ങൾ ഒട്ടേറെ ഉണ്ട് എന്നത് നമുക്കറിയാം. എനിക്ക് തോന്നിയത് കൂടുതലായിട്ടുള്ളത് വടക്കൻ മേഖലയിലാണ്. നമ്മുടെ ഇവിടെ ഉണ്ട്, ഇല്ല എന്നല്ല, എങ്കിലും കൂടുതൽ ഇങ്ങനെയുള്ള കലാരൂപങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നതൊക്കെ നമ്മുടെ വടക്കൻ കേരള ഭാഗത്തു നിന്നാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം അന്യം നിന്ന് പോകാതിരിക്കുക, തീർച്ചയായിട്ടും അതിന് വേണ്ട പ്രത്യേകമായിട്ടുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ഫോക്ലോർ അക്കാദമി ഒക്കെ ഈ കാര്യത്തിൽ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും കാര്യമായ വലിയ അറിവോ ബോധ്യമോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം. അവിടെ ഇങ്ങനെയുള്ള ഈ കലാരൂപങ്ങളൊക്കെ അവരെ പരിശീലിപ്പിക്കാനും അതേക്കുറിച്ച് അവർക്ക് അറിവ് പകരാനും അത് നിലനിർത്തി മുന്നോട്ട് പോകാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ, ഇതെല്ലാം നമ്മുടെ നാടിന്റെ പൈതൃകമാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചുമർ ചിത്ര കല എത്ര മനോഹരമാണ്. പലതും ഇന്ന് നഷ്ടപ്പെട്ടു പോയ സാഹിത്യങ്ങൾ അതൊക്കെ വീണ്ടും പുനർജീവിപ്പിക്കാൻ, വീണ്ടും അതെല്ലാം റെസ്റ്റോർ ചെയ്യാനുമുള്ള പരിശ്രമങ്ങൾ എനിക്ക് തോന്നുന്നു അക്കാദമിയൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ പുതിയ തലമുറയെ അഭ്യസിപ്പിച്ച് അവർക്ക് അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ, ഒട്ടേറെ പേരുണ്ട് കലാപരമായ കഴിവുകൾ. നമ്മൾ ഇന്നിപ്പം തന്നെ ഈശ്വര പ്രാർത്ഥന ഗാനം ആലപിച്ച കുട്ടിയുടെയൊക്കെ സ്വരമാധുര്യം നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കലാപരമായ കഴിവുകളുള്ളവരെ ഈ രംഗത്തേക്ക് ആകർഷിച്ച് ഇത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വളരെ വളരെ അഭിനന്ദനീയമാണ്. ശ്രീ നാരായണ കൈമൾ അദ്ദേഹം ഈ രംഗത്ത് വളരെ ത്യാഗമനസ്സോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ഇതിനെ എന്താ പറയുക, ഒരു ഉപാസിക്കുന്ന ഒരു ആചാര്യൻ, ഒരു അധ്യാപകൻ, ഒരു ആചാര്യൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതായിട്ടുണ്ട്. മറ്റു പ്രതിഫലമേച്ചൊന്നും കൂടാതെ ഇത് പുതിയ തലമുറയ്ക്ക് കൈമാറി ഇത് നിന്നു പോകാതെ, അന്യം നിന്നു പോകാതെ മുന്നോട്ട് പോകണം എന്നുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം. അതിലേറ്റവും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മുതിർന്ന ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹം രംഗത്തെ രാജാനാണ് ശ്രീ പ്രഭാകര കൈമൾ അവർ. പ്രായാധിക്യം ഉണ്ടെങ്കിലും ഇന്നും ഈ കലയോടും ഇതിനോടും എല്ലാമുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹം ഇതിലൂടെ സന്നിഹിതനാണ്. നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുള്ള ഗുരുക്കന്മാരിൽ നിന്ന് നേരിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുക. അപ്പൊ എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് തരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് മുൻപാകെ, കേന്ദ്ര മന്ത്രാലയത്തിന്റെ മുൻപാകെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് കഴിയും. സാമ്പത്തിക സഹായം നമുക്ക് നേടിയെടുക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്താം എന്ന് കൂടി വിനയപൂർവ്വം അറിയിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ആദരിക്കപ്പെടുന്ന ശ്രീ പ്രഭാകര കൈമൾ ഉൾപ്പെടെയുള്ള വിവിധ വിശിഷ്ടരായിട്ടുള്ള കലാകാരന്മാർ എല്ലാവരെയും വളരെ ആദരപൂർവ്വം ഞാൻ അവരെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഈ ചടങ്ങ് സംഘടിപ്പിച്ച എന്റെ ഭാരവാഹികളെ, ഈ കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഭാരവാഹികളെ പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ആദരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ പെരുമ്പാട്ട് നാരായണ കൈമൾ അവർ, അദ്ദേഹത്തിന് പ്രിയ പത്നി വേദിയിലുണ്ട്. എല്ലാ സഹായവും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിരുന്നു എന്നിവിടെ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയുടെയും വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകമായി ആ ജ്യേഷ്ഠ സഹോദരിയെ ഞാൻ അനുമോദിക്കുന്നു. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായി ആദരവ് അറിയിച്ചുകൊണ്ട് പുതുവത്സരത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം വിനയപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ
കോട്ടയം MP അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് നിർവഹിക്കുന്നു.